ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു ക്ലാസ് അല്ല, നമ്മൾ റീസെന്റ് ആയിട്ട് തുടങ്ങാനായിട്ട് പോകുന്ന LP-UP പെയ്ഡ് കോഴ്സിന്റെ ഡീറ്റെയിൽസ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടോട് കൂടിയിട്ട് നമ്മളുടെ എക്സാം വോയേജ് എന്ന യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് LP-UPക്കുള്ള ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾക്ക് ഒരു പെയ്ഡ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാമെന്നൊരു ഐഡിയ വരുന്നത്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എൻക്വയറിയുടെ റിസൾട്ട് ആയിട്ട് തന്നെയാണ് ഈ ഒരു കോഴ്സ് നിങ്ങളിലേക്ക് എത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളുടെ ഫസ്റ്റ് ബാച്ച്, വെരി പ്രൗഡ്ലി വി ആർ ഇൻട്രൊഡ്യൂസിങ് അവർ ഫസ്റ്റ് ബാച്ച്. ആൻഡ് ഫസ്റ്റ് ബാച്ചിന്റെ പേര് ഇങ്ങനെയാണ്. എന്താണ്? എക്സാം വോയേജ് റാങ്കോറ 360 ഡിഗ്രി. അതായത് റാങ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട്, അതാണ് 360 ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതാണ് നമ്മളുടെ LP-UP പെയ്ഡ് കോഴ്സിന്റെ പേര്, എക്സാം വോയേജ് റാങ്കോറ 360 ഡിഗ്രി. ഇനി എന്തൊക്കെയാണ് ഈ ഒരു കോഴ്സിന്റെ പ്രത്യേകതകൾ? നമ്മൾ എക്സാം വോയേജിലൂടെ അല്ലെ എക്സാം വോയേജിന്റെ ഭാഗമായി തുടങ്ങുന്ന ഈ ഒരു പെയ്ഡ് ബാച്ചിൽ എന്തൊക്കെ സ്പെഷ്യാലിറ്റീസ് ആണ് ഉള്ളത്, ഓക്കെ, എങ്ങനെയൊക്കെയാണ് ക്ലാസ്സുകൾ ലഭിക്കാനായിട്ട് പോകുന്നത്, ആ കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഓർക്കുക, LP-UP 2027 മുന്നിൽ കണ്ടുകൊണ്ട് എക്സാം വരെ വാലിഡിറ്റി ഉള്ള കോഴ്സാണ് ഈ ഒരു റാങ്കോറ എന്ന കോഴ്സ്, എക്സാം വോയേജ് റാങ്കോറ എന്ന കോഴ്സ്. ക്ലിയർ ആയല്ലോ? ഇനി ഈ കോഴ്സിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് വരാം. അപ്പോൾ LP-UP 2027 ഇന്റൻസ് സ്റ്റഡി ബാച്ച് ആണ്. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത് മെയ് 11 മൺഡേ 2026. അപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നത് LP-UP എക്സാമിനെ ആണ്. അപ്പൊ നമുക്ക് ഇനി അറൌണ്ട് ഒരു 1 ഇയർ അബവ് നമുക്ക് പഠിക്കാനായിട്ട് മുന്നിലുണ്ട് അല്ലെ. അപ്പൊ ഇപ്പോഴേ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ വളരെ സാവകാശം, ഒരുപാട് റിസ്ക് എടുക്കാതെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സിലബസ് കവർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് സിലബസ് കവറേജ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ടുള്ള റിവിഷൻ. ഇപ്പൊ നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്നവർക്ക്, സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം റിവിഷന് നമ്മൾ എന്തോരം പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ റിവിഷന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കോഴ്സാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതേപോലെ തന്നെ LP-UPക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് ഏതാണ്? SCERT ഫാക്ടുകളാണ്. SCERT ഫാക്ടുകൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഹോട്ട് ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുന്ന, വെയിറ്റേജിനനുസരിച്ച് ഹോട്ട് ടോപ്പിക്സ് ആദ്യം കവർ ചെയ്യുന്ന രീതിയിലുള്ള എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ ആണ് നമ്മൾ നമ്മളുടെ ബാച്ചിലൂടെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയേണ്ട കാര്യം ഫീസ് എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ പലരും മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ട്, ഒരുപാട് എമൗണ്ട് ആവുമോ? അത്ര എമൗണ്ട് എടുക്കാനില്ല. അപ്പോൾ എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീസ് സ്ട്രക്ചർ ആണ്. 777 രൂപ മാത്രമാണ് നമ്മളുടെ ഈ ഒരു കോഴ്സിന്റെ ഫീസ്. അത് എക്സാം വരെ നിങ്ങൾ പേ ചെയ്യേണ്ട ഒരു ഫീസ് ഇത് മാത്രമാണ്. ഓക്കെ, അതായത് 1 ഇയർ എന്തായാലും നമ്മൾക്ക് എക്സാമിനുണ്ട്. പിന്നെ അങ്ങോട്ട് ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലായിട്ട് നമ്മൾ എക്സാം പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഏകദേശം ഒരു വർഷം, ഒരു 3-4 മാസം ആണ് നമ്മളുടെ ഈ ഒരു എക്സാമിലേക്ക് നമുക്ക് പഠിക്കാനുള്ള സമയം കിട്ടുന്നത്. ആ ഒരു ടൈം വരെ ഈ ഒരു കോഴ്സിന് നിങ്ങൾ പേ ചെയ്യേണ്ട ഫീസ് 777 രൂപ മാത്രമാണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് നമ്മളുടെ ക്ലാസ്സുകൾ നടക്കാനായിട്ട് പോകുന്നത്? യൂട്യൂബിലൂടെയുള്ള ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, യൂട്യൂബിലൂടെ ലൈവ് ക്ലാസ്സുകൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ലേ? ഇല്ല. അതായത് പ്രൈവറ്റ് ആയിട്ട് നിങ്ങൾ പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടി മാത്രമായിട്ടുള്ള ലൈവ് യൂട്യൂബ് ക്ലാസ്സസ് എന്ന് വെച്ചാൽ, ഇപ്പൊ ഡെയിലി നിങ്ങൾക്ക് പഠിക്കാനുള്ള ടോപ്പിക് തരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കേണ്ടത് വർഗീകരണമാണെന്നിരിക്കട്ടെ. ബയോളജിയിലെ വർഗീകരണം എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ദിവസം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയെങ്കിൽ ഈ വർഗീകരണം ഏരിയ കവർ ചെയ്യുന്ന SCERT ലെസൺസ് അത് നമ്മൾ ഓൾറെഡി യൂട്യൂബിൽ ക്ലാസ്സുകൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ക്ലാസ്സുകൾ നിങ്ങൾ കാണുന്നു, അത് നിങ്ങൾ റിവിഷൻ ചെയ്യുന്നു. അപ്പൊ നിങ്ങൾ ചോദിക്കുകയാണ്, ഞങ്ങള് ഈ പെയ്ഡ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ട് റെക്കോർഡ് ചെയ്ത ക്ലാസ് ഞങ്ങൾക്ക് തരുമ്പോൾ അതും മറ്റുള്ളവരും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഈ റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ് എല്ലാവർക്കും ആക്സസിബിൾ ആയിരിക്കും, മനസ്സിലാവുന്നുണ്ടോ? എന്നിട്ട് അത് നിങ്ങൾ പഠിക്കുന്നു. അതിന്റെ റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മൾ അന്നേ ദിവസം വൈകുന്നേരം ചെയ്യുന്നത്. ആ റിവിഷൻ ക്ലാസ് പക്ക ഇമ്പോർട്ടന്റ് ആയിരിക്കും. ആ ടോപ്പിക്കിനെ ഓറിയന്റഡ് ആയിട്ടുള്ള എക്സ്ട്രാ ഫാക്ടുകൾ, NCERT ഫാക്ടുകൾ, പിന്നെ അതുപോലെ PYQs, പിന്നെ അതുമായി ഇമ്പോർട്ടന്റ് ആയി വരുന്ന എന്തെങ്കിലും റീസെന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഈ പറയുന്ന ലൈവ് ക്ലാസ് നിങ്ങൾക്ക് ആക്സസിബിൾ ആവുന്നത് ഈ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും. അതായത് പ്രൈവറ്റ് ലൈവ് ക്ലാസ്സുകളായിരിക്കും. ആ ക്ലാസിന്റെ ലിങ്ക് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുന്ന, പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടി തുടങ്ങുന്ന ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് അപ്ലോഡ് ചെയ്ത് തരും. ഈ ലിങ്ക് ഉള്ളവർക്ക് മാത്രമായിരിക്കും ആ പ്രൈവറ്റ് ക്ലാസ് കാണാനായിട്ട് സാധിക്കുക. മനസ്സിലാവുന്നുണ്ടോ?
അപ്പോൾ ഈ റിവിഷൻ ക്ലാസ്സിന് അവൈലബിൾ ആവുന്നത് പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും. ഓൾറെഡി റെക്കോർഡ് ചെയ്ത് വെച്ച ക്ലാസ്സുകൾ എല്ലാവർക്കും അവൈലബിൾ ആവുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ഈ പ്രൈവറ്റ് ആയിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ലൈവ് ക്ലാസ് നിങ്ങൾക്ക് അന്നേ ദിവസം കാണാനായിട്ട് പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വേർഷൻ അവൈലബിൾ ആയിരിക്കും യൂട്യൂബിൽ തന്നെ. അതിന് നിങ്ങൾക്ക് അതിന്റെ റെക്കോർഡഡ് വേർഷൻ ഈ പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമേ ആക്സസിബിൾ ആവുകയുള്ളൂ കേട്ടോ. ആ രീതിയിലായിരിക്കും ക്ലാസ്സുകൾ. ഇനി നമുക്കറിയാം നമ്മളുടെ എന്തെങ്കിലുമൊക്കെ ടെക്നിക്കൽ ഇഷ്യൂസോ ഒക്കെ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇൻ കേസ് ലൈവ് ക്ലാസ്സുകൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെലഗ്രാമിൽ വോയിസ് സെക്ഷൻ ആയിട്ട് ഈ ലൈവിന് പകരമായിട്ട് കിട്ടും. കാരണം ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നത് ഞാൻ ഒരാൾ മാത്രമാണ്. അപ്പോൾ പലപ്പോഴും നമുക്ക് എന്തെങ്കിലുമൊക്കെ അർജൻസി കേസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ലൈവ് ക്ലാസ് എടുക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ആ ലൈവിന് പകരമായിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? ടെലഗ്രാമിൽ വോയിസ് സെഷൻസ് കിട്ടും. അപ്പോൾ നമ്മളുടെ പഠനം പോകുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ വീക്കിലി ഒരു 5 ഡേയ്സ് പഠനം, 2 ഡേയ്സ് റിവിഷൻ എന്ന രീതിയിലാണ്. മനസ്സിലാവുന്നുണ്ടോ? സാറ്റർഡേ സൺഡേ റിവിഷൻ ആയിരിക്കും. ബാക്കിയുള്ള 5 ദിവസം നമ്മൾ ടോപ്പിക് ഓറിയന്റഡ് ആയിട്ടുള്ള പഠനം നടത്തും. അന്നേ ദിവസങ്ങളിൽ വൈകുന്നേരം നമ്മൾ അതിന്റെ റിവിഷൻ ക്ലാസ്സുകളും ചെയ്യും. ഈ റിവിഷൻ ക്ലാസ്സുകൾ മാക്സിമം ലൈവായിട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അത് ലൈവായിട്ട് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാമിൽ വോയിസ് സെഷനായിട്ട് റെക്കോർഡഡ് വേർഷൻ ആയിട്ട് കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? പിന്നെ സാറ്റർഡേ സൺഡേ നിങ്ങൾക്ക് റിവിഷൻ ഡേയ്സ് ആയിരിക്കും. പിന്നെ ഈ ഓരോ ദിവസവും നമ്മൾ ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം ആ ടോപ്പിക്കിൽ നിന്നുള്ള ഒരു 5 to 10 ക്വസ്റ്റ്യൻസ് ടെലഗ്രാമിൽ പോളുകൾ എന്ന രീതിയിലും കിട്ടും. ആ ക്വസ്റ്റ്യൻസ് മാക്സിമം PYQs ഇൻക്ലൂഡ് ചെയ്യാനായിട്ടായിരിക്കും ശ്രമിക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയി. അപ്പോൾ നമുക്ക് 1 to 1.5 അതായത് 2 മണിക്കൂറിനുള്ളിൽ നിൽക്കുന്ന ലൈവ് ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ടോപ്പിക്കിന്റെ ലെങ്ത് അനുസരിച്ച് ഡെയിലി പ്രൊവൈഡ് ചെയ്യുന്നത്. വീക്കിലി നിങ്ങൾക്ക് ഒരു 4 to 5 ഡേയ്സ് തീർച്ചയായിട്ടും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? സാറ്റർഡേ സൺഡേ നിങ്ങളുടെ റിവിഷൻ ടൈമാണ്. ആ റിവിഷൻ ചെയ്യുക. സൺഡേ ടോപ്പിക് ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ടോപ്പിക്സ് അടങ്ങുന്ന എക്സാംസ് ഉണ്ടായിരിക്കും. അപ്പൊ ആ എക്സാം നിങ്ങളുടെ പ്രൈവറ്റ് ആയിട്ട് തുടങ്ങുന്ന ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെയാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുക. ഇപ്പൊ നിലവിലുള്ള എക്സാം ഗ്രൂപ്പിലല്ല. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ എക്സാം അവൈലബിൾ ആവുന്നത് പെയ്ഡ് സ്റ്റുഡൻസിന് മാത്രമായിരിക്കും. പിന്നെ വരുന്നത് നമ്മളുടെ അഡ്മിഷൻ ഡീറ്റെയിൽസ് ആണ്. അഡ്മിഷൻ ഓപ്പൺ ആവുന്നത് മെയ് മാസം 5-ാം തീയതി കാലത്ത് മുതൽ അഡ്മിഷൻ ഓപ്പൺ ആകും. അഡ്മിഷൻ ഓപ്പൺ ആയി കഴിയുമ്പോൾ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് കണ്ടതിന് ശേഷം വേണം നിങ്ങൾ കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്ന രീതിയിൽ തീരുമാനമെടുക്കാൻ. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക? ഞാൻ ടെലഗ്രാമിലേക്ക് അപ്ലോഡ് ചെയ്ത് തരുന്ന ആ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങളൊരു ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യേണ്ടി വരും. ഫീസ് അടച്ചതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ടും അതിൽ അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. മനസ്സിലാവുന്നുണ്ടല്ലോ? അതായത് ആദ്യം ഫീസ് അടയ്ക്കുക. ഫീസ് അടച്ചതിന് ശേഷം ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഗൂഗിൾ ഫോമിൽ നിങ്ങൾക്ക് ഈ ഫീസ് അടച്ചതിന്റെ സ്ക്രീൻഷോട്ട് കൂടി അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. പിന്നെ അതിൽ ആ ഒരു ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ടെലഗ്രാം ID കൂടി ഇൻക്ലൂഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ആരാണ്, അല്ലെങ്കിൽ നമ്മളുടെ സെയിം പേര് തന്നെ ആയിക്കൊള്ളണം എന്നില്ല ചിലപ്പോൾ ടെലഗ്രാമിൽ നമ്മളുടെ പേര്. അപ്പൊ അതെനിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ കാര്യം ചെയ്യാനായിട്ട് പറഞ്ഞത്. അപ്പൊ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യണം. ഗൂഗിൾ ഫോം ഫില്ല് ചെയ്തതിന് ശേഷം നിങ്ങളുടെ ടെലഗ്രാമിൽ നിന്ന് നിങ്ങൾ പേ ചെയ്തതിന്റെ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങളുടെ ടെലഗ്രാമിൽ നിന്ന് ഈ പറയുന്ന ചിത്ര സജീഷ് 4 എന്ന് പറയുന്ന ഈ ഒരു ടെലഗ്രാം IDയിലേക്ക് സെൻഡ് ചെയ്യുക കൂടി വേണം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുന്നതിനോടൊപ്പം ഈ ഒരു ടെലഗ്രാം IDയിലേക്ക് കൂടി നിങ്ങൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് അയക്കണം. എന്നാൽ മാത്രമാണ് രണ്ടും വെരിഫൈ ചെയ്തിട്ട് എനിക്ക് നിങ്ങളെ 48 മണിക്കൂറിനുള്ളിൽ നമ്മൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആ ഒരു പെയ്ഡ് സ്റ്റുഡൻസിന് വേണ്ടിയിട്ടുള്ള ടെലഗ്രാം ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇനി മറ്റൊരു കാര്യം പറയാം. മെയ് 2nd വീക്കോട് കൂടിയിട്ട് നമുക്ക് കേട്ടറ്റിന്റെ റിസൾട്ട് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ ഒരു കേട്ടറ്റിന്റെ റിസൾട്ട് വന്നിട്ട് അവിടെ നിന്ന് വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ കേട്ടറ്റ് പാസ്സായിട്ടുള്ള കുട്ടികൾക്ക് കൂടി ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നു എങ്കിൽ നിങ്ങൾക്ക് കൂടി ജോയിൻ ചെയ്യാനുള്ള ടൈം ഉണ്ട്. മെയ് 30 വരെ മാത്രമായിരിക്കും നമ്മളുടെ അഡ്മിഷൻ ഓപ്പൺ ആവുന്നത്. അത് കഴിഞ്ഞ് മറ്റൊരു ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതും അല്ല. അപ്പൊ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് സ്ട്രക്ചറിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 777 രൂപ മാത്രമാണ്. എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിൽ മാത്രമുള്ള ഫീസ് ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളൂ. നമ്മളുടെ ആദ്യത്തെ ബാച്ച് ആയതുകൊണ്ട് മാത്രമാണ് ഈ ഒരു രീതിയിൽ ഫീസ് വന്നിട്ടുള്ളത്. അപ്പോൾ LP UPക്ക് വേണ്ടിയിട്ട് ഒറ്റൊരു ബാച്ച് മാത്രമേ നമുക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. കാരണം നമുക്കറിയാലോ, ഞാൻ ഒരൊറ്റ ആൾ മാത്രമാണ് ഇത് മാനേജ് ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ബാച്ചുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ ശ്രദ്ധിക്കാൻ പറ്റാതെ പോകും. അപ്പൊ ഒറ്റൊരു ബാച്ച്. പിന്നെ റാങ്ക് ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി, റിവിഷൻ, റിപ്പീറ്റ്, റാങ്ക്. അതായിരിക്കും നമ്മളുടെ ഒരു അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്.
അപ്പോൾ നിങ്ങളിൽ ഒരാളായിട്ട് ഞാനും ഉണ്ടാകും. എന്നെ സപ്പോർട്ട് ചെയ്ത് മാക്സിമം നമ്മളുടെ കൂടെ ഒരു വി ഫീലിങ്ങോട് കൂടിയിട്ട് നിൽക്കണം എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനായിട്ടുള്ളത്. പിന്നെ ഒരുപാട് ഓൺലൈൻ ബാച്ചസിലൊക്കെ ചേർന്ന് ഞാനും പഠിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ കണ്ടിട്ടുള്ള കാര്യങ്ങളിലെല്ലാം എന്താണ്, നമ്മളൊരു സംശയം ചോദിച്ചാലുള്ള ഒരു റെസ്പോൺസ് കിട്ടാൻ വൈകുന്ന പ്രശ്നം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾക്കുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്ത് തരാനുള്ള ഒരു ഇഷ്യൂസ്, ഡിലേ, അതായത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് അതിന് മാത്രം കുട്ടികളുണ്ട്. അപ്പൊ നമ്മൾക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകളാണ്. ഒരു മാക്സിമം 200 പേരൊക്കെ ഇൻക്ലൂഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ അഡ്മിഷൻ എടുക്കുകയും ചെയ്യില്ല കേട്ടോ. അങ്ങനെയും കൂടി ഒരു കാര്യമുണ്ട്. അപ്പൊ എന്താണ്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് മെയ് 5th ആണ് നമ്മൾ അഡ്മിഷൻ ഓപ്പൺ ചെയ്യുന്നത്. ആ ഒരു ഡേറ്റിൽ തന്നെ അഡ്മിഷൻ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അഡ്മിഷൻ എടുത്ത് ഒരു 48 അവേഴ്സിനുള്ളിലേ നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. കാരണം എന്താണെന്ന് അറിയാലോ, ഞാൻ ഒറ്റരാൾ തന്നെ വേണം ഇത് വെരിഫൈ ചെയ്യാനും നിങ്ങളെ ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ നമുക്ക് ഒന്നിച്ച് നല്ല രീതിയിൽ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോവുക. ഒരു വി ഫീലിംഗ്, അത് ഞാൻ എടുത്തു പറയുന്നുണ്ട്. സ്വന്തം കാര്യം എന്ന രീതിയിൽ നോക്കരുത്. അത് നമ്മുടെ ഒരു ഗ്രൂപ്പ്, നമ്മൾക്കുള്ള പഠനം, അല്ലെങ്കിൽ നമ്മളുടെ ഒരു കമ്പൈൻഡ് സ്റ്റഡി, ആ ഒരു രീതിയിൽ വേണം നിങ്ങൾ എടുക്കാൻ. എന്നോടൊപ്പം ഈ ഒരു എക്സാമിന്റെ ഡേറ്റ് വരെ നമ്മൾ ഒന്നിച്ച് മുന്നോട്ട് പോകണം. അപ്പൊ ആ ഒരു വി ഫീലിങ്ങോട് കൂടിയിട്ട് മാത്രം നമ്മുടെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ LP UP വേണ്ടി മാത്രമുള്ള പെയ്ഡ് ബാച്ചാണ് ഇപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. LDC കുറിച്ചൊന്നും ഇപ്പൊ ആലോചിച്ചിട്ടില്ല. അപ്പൊ ആദ്യം LP UP പഠിക്കുക. ആ ഒരു രീതിയിൽ നല്ല രീതിയിൽ സിലബസ് കവർ ചെയ്തിട്ട് എക്സാം ഓറിയന്റഡ് ആയിട്ട് ഹോട്ട് ടോപ്പിക്സ് പഠിച്ച് അതിൽ വരുന്ന NCERT ഫാക്ട്സും കൂടി കവർ ചെയ്ത് നല്ല രീതിയിൽ ഒരു വളരെ കോൺഫിഡന്റ് ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് ആവട്ടെ ഇത്. പിന്നെ ഒരു ആരംഭ ശൂന്യത്വമല്ല നിങ്ങളിൽ നിന്ന് വേണ്ടത്. ടിൽ ദ എൻഡ് ഓഫ് ദ ക്ലാസ്, അവസാനത്തെ ക്ലാസ് വരെ നിങ്ങളിൽ നിന്ന് നല്ല രീതിയിലുള്ള ഒരു കോപ്പറേഷൻ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നമുക്ക് ഒന്നിച്ച് നല്ല രീതിയിൽ ഈശ്വരനെ മനസ്സിൽ വിചാരിച്ച് മുന്നോട്ട് പോകാം. ഈ നമ്മളുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന എല്ലാവർക്കും നല്ല റാങ്കിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് ഇടാൻ മാത്രമേ എനിക്ക് സാധിക്കുകയുള്ളൂ. പിന്നെ എന്നെ സംബന്ധിച്ച് നമ്മൾ ആഡുകൾ ഒന്നും കൊടുക്കുന്നില്ല. നിങ്ങളാണ് എൻ്റെ അംബാസിഡേഴ്സ് എന്ന് ഞാൻ പറയും. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്കൊക്കെ നമ്മൾ ഇങ്ങനെ ഒരു കോഴ്സ് തുടങ്ങുന്നുണ്ടെന്നും അത് അഫോർഡബിൾ സ്ട്രക്ചറിലാണെന്നുള്ളതും ഒക്കെ ഒന്ന് എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കോപ്പറേഷൻ കൂടി ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നല്ല രീതിയിൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക. അപ്പൊ വർക്കിംഗ് ആയിട്ടുള്ളവർക്കൊക്കെ ഒരു സംശയം ഉണ്ടായിരിക്കും എങ്ങനെ കവർ ചെയ്യും എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് അത് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം കോഴ്സ് പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഒരു വൈകുന്നേരത്തെ ലൈവ് ക്ലാസ് തുടങ്ങുമ്പോഴേക്കും അന്നത്തെ ദിവസം പഠിക്കാൻ തന്ന ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾ ഒരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ആ ഒരു റിവിഷൻ ക്ലാസ്സിലേക്ക് വരിക. അപ്പൊ നമുക്ക് കൂടുതൽ ആ ഒരു ടോപ്പിക് അങ്ങ് നമ്മുടെ തലയിലേക്ക് അങ്ങ് കയറും. ഓക്കെ, റിവിഷനും കൂടെ ചെയ്ത് PYQs ഇന്നതൊക്കെയാണ്, NCERT ഫാക്ടുകൾ ഇന്നതൊക്കെയാണ് എന്ന രീതിയിൽ ഒരു ഐഡിയ കൂടി കിട്ടുമ്പോഴേക്കും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നല്ല രീതിയിൽ ഒരു ഡിസിഷൻ എടുത്ത് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ കാര്യം എന്റെ ഈ ഒരു ടെലഗ്രാം ഐഡിയിലേക്കാണ് നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ. @Chitra Sajesh 4 എന്നുള്ളതാണ് ടെലഗ്രാം ID. അപ്പൊ ഈ ഒരു പെയ്ഡ് ബാച്ചിന് വേണ്ടി മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു ID ആണ് ഇത്. ഈ ഒരു ഐഡിയിലേക്ക് വേണം നിങ്ങൾ പേ ചെയ്തതിന്റെ സ്ക്രീൻഷോട്ട് കൂടി അയക്കാൻ. അതോടൊപ്പം ഗൂഗിൾ ഫോം കൂടി ഫില്ല് ചെയ്യുക. ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മെയ് 5-ാം തീയതി ആകുമ്പോഴേക്ക് നമ്മുടെ ടെലഗ്രാം ചാനലിലേക്ക് വരും. അപ്പൊ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളെ പറയാനായിട്ടുള്ളൂ. താങ്ക് യു ഓൾ. ഈ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക് യു. ബൈ.